ഇൻ്റെ ഞങ്ങൾ ചൊമ്മ സിമ്പിൾ മെത്തേഡിൽ നെയ്പത്തർ അരിപ്പത്തർ എങ്ങനെ ആക്കുകയെന്ന് നോക്കാം. ചൊമ്മ ഈസി ആയിത്താക്കാം. ಇದಕ್ಕೆ ನಾನಿവിടെ 1 ಕಪ್ ರತ್ತರ ರೈಸ್ ಇಡ್ತೊಂಡ್ರೆ ಇದ್ರೆ ನಂಗೆ ಓವರ್ ನೈಟ್ ಸೋಕ್ ಆಗಬೇಕೋನು. ಇಲ್ಲ ಅನ್ಕಂಡಿಗೆ 5 to 6 hours ಹೆಂಗು ಸೋಕ್ ಹಾಕೊಂಡಿದ್ರೆ ನಾನು ಚಿಟ್ಟದು ಬೇಯ್ಕೋನು. ചൊമ്മ ഈസി ആക്കുന്ന റെസിപ്പി ഇത് എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രೈ ആക്കರು. അതേപോലെ ഞാൻ ಫ್ಯಾಮಿಲಿ ಫ್ರೆಂಡ್ಸ್ ಎಲ್ಲರಿಗೂ ಶೇರ್ ಹಾಕೋರು. ಉಡೆ ನಾನಿದ್ರೆ ನಾನು ಚಿಟ್ಟದು വെച്ചിರೆ. ನೆಕ್ಸ್ಟ್ ಉಡೆ ನಂಗೆ ಇಂದೆಲ್ಲ ಇಂಗ್ರೀಡಿಯೆಂಟ್ಸ್ ಬೇನುಂಟು ನೋಡ್ಕೋರು. ಇದಕ್ಕೆ 1 ಕಪ್ ರತ್ತರ ರೈಸ್ ನೆಂಚಿಟ್ಟು വെച്ചിട്ട് അതിൽ പിന്നെ ഒരു 1/2 കപ്പ് ರತ್ತರ ഗ്രേറ്റ് ആക്കി വെച്ച് കോക്കനട്ടും, അതേപോലെ ഒരു 1/4 കപ്പ് ರತ್ತರ ബോയിൽഡ് റൈസ്, അതേപോലെ ഒരു സ്മോൾ പീസ് ഒരു ചെറിയൊരു ഓണിയൻ കട്ടാക്കിയിട്ട് വെച്ചിട്ട് ನೆಕ್ಸ್ಟ್ ಕೂಡ ನಂಗೆ ಇದೆಲ್ಲ ಗ್ರೈಂಡ್ ಆಕಿತ್ತು എടുക്കുക. ಫಸ್ಟ್ ಕೂಡ ಮಿಕ್ಸಿ ಜಾರ್ಗೆ ನೆಂಚಿಟ್ಟದು വെച്ച് ರೈಸ್ ಇಡೋಣ. ಇದಕ್ಕೆ നോക്കോರು ನೆಂಚಿಟ್ಟದು വെച്ച് അരി ഉണ്ടല്ലേ അതിനെ ഞങ്ങൾ മിക്സി ಜಾರ್ಗೆ ഇടೋಣ. ഇത് ഗ്രൈൻഡ് ആക്കുമ്പോഴത്തേക്ക് ചുമ തണ്ണി ആഡ് ആക്കോ തീരാ ഒരു തില്ല് തണ്ണി വീത്തിയെങ്കിൽ മയ്യാവರು. ಪ್ಲೀಸ್ ಎಲ್ಲರೂ ಈ ವಿಡಿಯೋ ಸ್ಕಿಪ್ ಹಾಕಂಡೆ ಲಾಸ್ಟ್ ತೋಲು ನೋಕೋರು. അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ആക്കോರು. നല്ല സോഫ്റ്റായ അരിപ്പത്തർ റെഡി ആവും. നിങ്ങൾക്ക് ഈ ടൈപ്പിൽ നിങ്ങൾ ഈ മെത്തേഡിൽ നിങ്ങൾ ആക്കിയാറുണ്ടെങ്കിൽ ഇതേപോലത്തെ ചുമ്മമേ ഈസിയായ റെസിപ്പീസ് വേணுണ്ടെങ്കിൽ പ്ലീസ് ഞങ്ങൾ ചാനൽക്ക് കണക്റ്റ് ആവರು. ചുമ്മ ഈസി ആയിത്താക്കുന്ന ರೆಸಿಪಿ ಎಲ್ಲರೂ ಇದ್ರೆ ಮಸ್ಟ್ ಆಯ್ತು ಟ್ರೈ ಹಾಕೋರು. ಉಡಿ ನೋಕೋರು ಅರಿ ಇಟ್ಟಿತ್ತಾಯ್ತು. ನೆಕ್ಸ್ಟ್ ಇದಕ್ಕೆ ಕಟ್ಟಾಕಿ വെച്ച് ಆನಿಯನ್ ಇಡೋಣ, ನೀರುಳ್ಳಿ. ഇപ്പോൾ ഇവിടെ ബോയിൽഡ് റൈസ് ഇടോರು. ഒരു 1/4 കപ്പ് ರತ್ತರ എടുത്തേ മയ്യാവും. അതേപോലെ ഒരു 1/2 കപ്പ് ರತ್ತರ ഗ്രേറ്റ് ആക്കി വെച്ച്